കള്ള വോട്ട് ചെയ്തു എന്ന പരാതിയിൽ വടക്കാഞ്ചേരി ഗവൺമെന്റ് ഗേൾസ് മോഡൽ ഹൈസ്കൂളിൽ BJP പ്രതിഷേധിക്കുകയാണ്. ജേസൺ ചാമോളപ്പിൽ വിവരങ്ങളുമായി. ജേസൺ, കള്ളവോട്ട് പരാതി ഉയർന്നിരിക്കുന്നു. എന്താണ് അറിയാനാകുന്നത്? ആർക്കെതിരെയാണ് ആരോപണം ഉയർന്നിരിക്കുന്നത്? സ്മൃതി, കള്ളവോട്ട് ചെയ്തു, പോസ്റ്റായിട്ട് കള്ളവോട്ട് ചെയ്തു. ഇവിടെ സജീവൻ എന്ന് പറഞ്ഞ വ്യക്തി വോട്ട് ചെയ്യാൻ വന്നപ്പോൾ അദ്ദേഹത്തിന്റെ വോട്ട്, താങ്കളുടെ വോട്ടാണോ? താങ്കളുടെ പേരെന്താ? താങ്കളുടെ വീട് എവിടെയാണ്? പിന്നെ എവിടെയാ വോട്ട് താങ്കൾക്ക്? എനിക്ക് വോട്ട് ഈ ബൂത്തിൽ തന്നെയാണ്. ഇവിടെ വോട്ട് ചെയ്യാൻ വന്നപ്പോൾ എന്താ സംഭവിച്ചത്? വോട്ട് ചെയ്യാൻ ഞാൻ എല്ലാ പ്രാവശ്യം വന്ന് ചെയ്ത് പോകുന്നതാണ്. പക്ഷേ ഈ പ്രാവശ്യം ചെന്നപ്പോൾ ഒരു പോസ്റ്റ് ഔട്ടാണ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. സാർ എനിക്കറിയില്ല. ഞാൻ എന്തെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടോ? ഞാൻ സാധാരണ ഒരു പണിക്കാരനാണ്. സാധാരണ പണിക്കാർക്ക് പോസ്റ്റ് ഔട്ട് ചെയ്യാനായിട്ട് നിയമമില്ല. അപ്പൊ ടൈൽസിന്റെ വർക്കായിട്ട് നമ്മൾ അങ്ങനെ പോകണു. അപ്പൊ നോക്കുമ്പോൾ ആദ്യമായിട്ട് സംഭവമാണ് ഇങ്ങനെ ഉണ്ടായിട്ടുള്ളത്. ചെയ്യാൻ പറ്റില്ല പറഞ്ഞു, മാറി നിൽക്കുമെന്ന് പറഞ്ഞു. ഒരു 5 മിനിറ്റ് ഞാൻ അതിൻ്റെ ഉള്ളിൽ നിന്നു. പിന്നെ ഇവർ തമ്മിൽ എന്തോ സംസാരിച്ചിട്ട് പറഞ്ഞു പുറത്തേക്ക് കടന്നോളൂ എന്ന് പറഞ്ഞു. അവിടെ നിന്ന് ഒരു 4 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് കോൾ വന്നു, ഞങ്ങൾക്ക് സ്ലിപ്പ് തരാം, അതിൽ വേണമെങ്കിൽ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആലോചിക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ പുറത്ത് കിടന്നു. പിന്നെ നമ്മുടെ ആൾക്കാരത്തൊക്കെ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോഴാണ് അവർ പിന്നെ വിഷയം ചെയ്ത് അങ്ങനെ. അപ്പോൾ സ്മൃതി, ഇതിന് ശേഷം BJP പ്രവർത്തകർ ഇവിടെ എത്തുകയായിരുന്നു. ഇപ്പോൾ സ്ഥാനാർത്ഥി, ഇവിടുത്തെ NDA സ്ഥാനാർത്ഥി ഉല്ലാസ് ഇവിടെ കുത്തിയിരുന്ന് സമരം നടത്തുകയാണ്. നേരത്തെ BJP പ്രവർത്തകർ വലിയ തോതിൽ വോട്ട് ചെയ്യണവരല്ല, ഇവിടെ ഇരിക്കും. ഇവര് പോലീസുകാർ 56 പേരുണ്ടല്ലോ, കൊണ്ടുപോട്ടവർ നോക്കാം. നമുക്ക് എന്താ തെമ്മാടിത്തരം കാണിക്കുക? എനിക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശം ഉണ്ടെങ്കിൽ അത് ചെയ്യാനുള്ള പൂർണ്ണമായിട്ടുള്ള അവകാശം ഈ നാട്ടിലുണ്ട്. അത് നിഷേധിക്കാൻ ഒരു ROനും സാധിക്കില്ല, ഒരു CIക്കും സാധിക്കില്ല. എന്തിനാണ് ഇവർ അനാവശ്യം ഉണ്ടാക്കുന്നത്? അവന്റെ അവകാശത്തെ മുൻകൂട്ടി ആര് ചെയ്തു പോയി, ആ ചെയ്തു പോയിന്റെ ഓട്ടാണ് എന്നിട്ടാണ് റോട്ടാക്കേണ്ടത്, അല്ലാണ്ട് ഈ സജീവന്റെ ഓട്ടല്ല. അതെന്താ മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് കളക്ടർക്കില്ല, ROനില്ല, AROനില്ല. അറിയിച്ചപ്പോ എന്താ പറഞ്ഞു? വളരെ സരസമായിട്ട് അത് തെറ്റുപറ്റിയതാവാം. ആർക്ക് തെറ്റുപറ്റിയവർ കണ്ടെത്തവരെ കടലാസിൽ കുത്തി നോക്കിയവർക്ക് മനസ്സിലാവില്ലേ ആർക്കാ തെറ്റുപറ്റിയെന്ന്? ഇവർ തെറ്റുപറ്റിയത് മനസ്സിലാക്കട്ടെ. തെറ്റുപറ്റിയവരെ കണ്ടെത്തിയ ആ വോട്ട് പോസ്റ്റിലൂടെ എപ്പോ ചെയ്തു എന്നാണ് ഇവരെ രേഖ പരിശോധിച്ച് മനസ്സിലായത്. ആ കാര്യങ്ങളൊന്നും പറയാൻ അവർ തയ്യാറില്ലല്ലോ. ROനോട് ഇങ്ങോട്ട് വരണം, ROയോ കളക്ടറോ വന്ന് ഞങ്ങളെ കാര്യം ബോധ്യപ്പെടുത്തണമെന്ന് ഒരു ന്യായമായ അവകാശം ഒരു സ്ഥാനാർത്ഥി പറഞ്ഞാൽ ആ സ്ഥാനാർത്ഥിയുടെ നെഞ്ചത്തെക്കെട്ട് തള്ളാനല്ല പോലീസുകാർ വരേണ്ടത്. ROനെ വിളിച്ചു വരുത്തണം, AROനെ വിളിച്ചു വരുത്തണം, അല്ലെങ്കിൽ കളക്ടറെ വിളിച്ചു വരുത്തണം. കയ്യേറ്റം ചെയ്തോ? നിങ്ങൾ നോക്ക്, ഈ സാധനം വെച്ചിട്ട് ഈ ലാറ്റും വെച്ചിട്ട് ഒരു തള്ളല്ലേ. ഇയാൾ പറഞ്ഞു ഞാൻ ചെയ്തിട്ടില്ല, ഇയാൾ ചെയ്തിട്ടില്ല, ആ സമയത്തും ഇല്ലാത്ത സമയത്തല്ല ഈ അഭ്യാസം. ഇദ്ദേഹം ആദ്യം വന്നിട്ട് അങ്ങോട്ട് തള്ളുകയാണ്. എന്ത് നല്ല കൂറുണ്ടാവില്ല അവർക്കൊക്കെ. ആ കൂറ് ഇവിടെ കാണിക്കണ്ട. ഞങ്ങളോട് മാന്യമായിട്ട് സംസാരിക്കാൻ പഠിക്കണവര്. ഞങ്ങൾ ചോദിച്ചത് ഒരു വോട്ടർക്കുള്ള അവകാശം, അത് കൃത്യമായിട്ട് ചെയ്യാനുള്ള ഇവിടെ ജനാധിപത്യത്തില്ലേ, അയാൾക്ക് റൈറ്റില്ലേ? അയാൾ വോട്ട് ചെയ്യാൻ വന്നപ്പോൾ അയാളുടെ വോട്ട് വേറെ ആൾ ചെയ്തു പോയി. അത് ചോദ്യം ചെയ്ത് തെറ്റാണോ? സ്മൃതി, ഇപ്പൊ കൂടുതൽ പോലീസ് എത്തിയിരിക്കുകയാണ്. ഇപ്പൊ നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോയാൽ കൂടുതൽ പോലീസ് എത്തിയിരിക്കുന്നു. അവിടെ ബഹളമുണ്ടാക്കിയ BJP പ്രവർത്തകരെ നീക്കം ചെയ്തു. ഉല്ലാസ് ബാബു സ്ഥാനാർത്ഥിയുടെ രോഷപ്രകടനമാണ് കണ്ടത്. അവിടെ ഒരു BJP പ്രവർത്തകന്റെ വോട്ട് നേരത്തെ ചെയ്തു പോയി, അപ്പോൾ കള്ളവോട്ട് നടന്നു എന്നുള്ളതാണ് സ്ഥാനാർത്ഥി രോഷത്തോടു കൂടി തന്നെ പ്രതികരിക്കുന്നത്. അപ്പോൾ ചെയ്തു പോയി എന്നൊരു നിസ്സഹായ അവസ്ഥയാണ് പോളിംഗ് ഉദ്യോഗസ്ഥർ പ്രകടിപ്പിച്ചത്. എത്രയാ അപ്പോൾ അതിൽ അദ്ദേഹം രോഷം കൊള്ളുകയാണ്. അതാണ് ഇപ്പോൾ കാണാനാവുന്നത്. ഞങ്ങളിവിടെ ഞങ്ങൾക്ക് ആരും ഉന്നയിക്കുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. ഞങ്ങൾക്ക് ആരും ഉന്നയിക്കുമ്പോൾ നിങ്ങൾ എന്തിനാണ് പ്രതികരിക്കുന്നത്? ഇതൊക്കെ ആയിരുന്നില്ല ആ പ്രിസൈഡിംഗ് ഓഫീസർ ഇങ്ങനെയല്ല പറഞ്ഞത്. ഇതില് പ്രിസൈഡിംഗ് ഓഫീസർക്ക് പങ്കുണ്ട് ഇത് ചെയ്തതിൽ. അതിൽ ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾ പട്ടിണി ചെയ്യുന്ന പറഞ്ഞു. അല്ല അങ്ങനെയാണ് വരാ ഒരു ശരി, സംഘർഷത്തിന്റെ സാഹചര്യമാണ്. പോലീസ് പ്രവർത്തകരെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. തൃശ്ശൂരിൽ വടക്കാഞ്ചേരിയിൽ നിന്നുള്ള കാഴ്ചയാണ്.